അന്വേഷണം പറയൂ സാറിനോട്. നമസ്കാരം സാർ. നമസ്കാരം. എന്താ വണ്ടി? അതെ, ഞാൻ ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നായിരുന്നു. കിട്ടിയായിരുന്നു? കിട്ടി. ശരി എന്നാ. കുഴപ്പമില്ല കുഴപ്പമില്ല. അതവിടെ അവിടെ വെച്ചാൽ മതി, അവിടെ വെച്ചാൽ മതി, അവിടെ വെച്ചാൽ മതി. കുഴപ്പമില്ല സാർ. ഇല്ല, താഴെ വെച്ചോ, കുഴപ്പമില്ല. ശരി ശരി. ഇരിക്കൂ. എന്താ കാണിച്ചത് അവിടെ? ഒരു തിരിഞ്ഞപ്പോ കണ്ടില്ല. എന്താ എന്താ? നമസ്കാരം സാറേ, ഞങ്ങളുടെ ഒരു സ്ഥലം ഈ ഡേറ്റാ ബാങ്കിൽ കയറി കിടക്കുകയാണ്. അപ്പൊ അത് ക്ലിയർ ചെയ്യാനായിട്ടൊരു അപേക്ഷ കൊടുത്തിരുന്നു. അത് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ. കുഴപ്പമില്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമില്ല. ഇതാണ് സാറേ. ഏതാ വാർഡ്? 6-ാം വാർഡ് സാറേ. വീട്ടുപേര്? തടത്തരികത്ത് വീട്. പേര്? മന്മഥൻ. ഇതില് മന്മഥന്റെ പേരിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അല്ല, സ്ഥലം എന്റെ പേരില. സ്ഥലം നിങ്ങളുടെ പേരിലാണ്. പിന്നെ നിങ്ങൾ തന്നെ ചാടി കയറി പേര് പറഞ്ഞത്? സാർ പേര് ചോദിച്ചപ്പോ പേര് പറഞ്ഞല്ലോ. അത് മര്യാദയല്ലേ സാറേ? നിങ്ങളുടെ പേരെന്താ? എന്റെ ഒരു മൊയ്തു പി. അഡ്രസ്സോ? അഡ്രസ് പറയണോ? അത് നേരത്തെ ഞാൻ പറഞ്ഞു. അത് തടത്തരിക. അത് പുള്ളിയുടെ തന്നെ. സർവേ നമ്പര്? സർവേ നമ്പർ അപേക്ഷ ഉണ്ടാവും. ഒന്ന് നോക്കി നോക്കി. ആദ്യം അതങ്ങ് നോക്കിയാൽ മതിയായിരുന്നല്ലോ. മതിയേനി. എനിക്ക് കൗത്തിന് വയ്യാത്തോണ്ടേ. വന്നോ? ഇതിന് മൊയ്തു. ഉണ്ടോ? ഏറ്റവും അടിയിലാണല്ലോ കിടക്കണേ. അല്ലോ സാറേ, നമുക്കൊന്ന് മേളിലോട്ട് എടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മേളിലോട്ട് സമയമാകുമ്പോ എടുക്കും. അല്ല, അങ്ങനെയല്ല സാറേ. ഈ അപേക്ഷ ഒന്ന് മുകളിലേക്ക് ആക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? അതിന് വകുപ്പൊന്നുമില്ല. അത് അതിന്റെ ക്രമപ്രകാരം നടക്കും. അല്ല സാറേ, ക്രമം തെറ്റിച്ച് നമുക്ക് മേളിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കണമെന്ന് ഞങ്ങൾ അതും കൊടുത്തിരുന്നു ഇവിടെ. സാറന്ന് ഇല്ല. ലീവാ? എവിടെ കൊടുത്തു? ഇവിടെ സ്റ്റാഫിന്റെ കൊടുത്തിരുന്നു ഇവിടെ ഉള്ള. അതൊന്നും നടക്കില്ല. അതെങ്ങനെ നടക്കും? ഈ അർജന്റ് പെറ്റീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓൺലൈനിൽ വേണം അപേക്ഷിക്കാൻ. അല്ല, ഞങ്ങൾ കടലാസിലാ കൊടുത്ത്. അത് പറ്റില്ല. അത് ഓൺലൈനിൽ അപേക്ഷിക്കണം. അപ്പൊ അതിനകത്ത് ഓപ്ഷൻ വരും. അതിൽ ആ ഓപ്ഷനിൽ കാണിക്കണം നിങ്ങളുടെ അർജൻസി എന്താന്നുള്ളത്. അത് ഈ അക്ഷയക്കാര് ഞങ്ങളോട് അതൊന്നും പറഞ്ഞില്ല. അത് പേപ്പറിൽ തരുന്ന നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിനുള്ള ഉത്തരവില്ല. അക്ഷയയിലൊക്കെ ചെന്ന് അവരുടെ രീതി ഒന്നും കറക്റ്റ് അല്ല. ഞങ്ങളെ ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തേനെ. സാർ, എന്തെങ്കിലും ഒന്ന് കാട്ടാൻ പറ്റുമോ സാറിന്? ഇല്ല, ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. സാർ, ഇപ്പൊ ഈ മണ്ടോദരിക്ക് സാർ ഇപ്പൊ കൊടുത്തല്ലോ. മണ്ടോദരിക്ക് ഇപ്പൊ സാർ പെട്ടെന്ന് കൊടുത്തല്ലോ. അതിനെന്താ പ്രശ്നം? അല്ല, നിങ്ങളിത് സ്ത്രീകൾക്ക് മാത്രമേ ശരിയാക്കി കൊടുക്കുള്ളൂ. നമ്മള് പുരുഷന്മാർക്ക് ശരിയാക്കി കൊടുക്കൂലേ? പരിഗണന നമുക്ക് തന്നൂടെ? അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അവര് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ല ഞാൻ കൊടുത്തത്. അവരൊരു വിധവയാണ്. മരിച്ചു പോയിട്ടുള്ള ഭർത്താവിന്റെ ഫാമിലി പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റാ.